ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. ഇതാ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പറയാനും കുറേ പേർക്ക് എന്താ പറയുക, കുറേ പേര് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ചിലപ്പം അനുഭവിച്ച് കഴിഞ്ഞതൊക്കെ ആയിട്ടുള്ള കുറേ സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ടായ ഒരു അനുഭവവും കാര്യങ്ങളുമാണ്. അപ്പോൾ അത് കുറേ പേർക്ക് അറിയാനായിട്ടായിരിക്കും. കാരണം എന്താണെന്നുള്ളത് ചിലവർക്ക് പറഞ്ഞ ഒരു പരിഹാരം കണ്ടവരായിരിക്കും. അപ്പോൾ എന്താണെന്നൊക്കെയുള്ള നമ്മളെ കുറേ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കുണ്ടായ ചില അനുഭവങ്ങളും കൂടി പറയുമ്പോൾ ആർക്കെങ്കിലും അത് ഉപകാരപ്പെട്ടാൽ അത്രയും നല്ല കാര്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും രാവിലത്തെ പണിയോടും തിരക്കോളൊക്കെ എന്നിട്ട് കഴിഞ്ഞൊന്നുകൊണ്ട് റെഡി ആവട്ടെ. രാവിലെ മക്കളെ പറഞ്ഞേക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ ഉപ്പുമാവ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫീനൂട്ടനും 7:15 ആകുമ്പോഴത്തേനും ബസ് വരും. പിന്നെ അതിൻ്റെ പിന്നാലെ ഒരു 7:45 ആകുമ്പോഴത്തേനും മക്കളെ കൊണ്ട് താഴെയുള്ള 3 പേരും കൂടിയായിട്ട് പോകണം. അപ്പോൾ 4 പേരെ പറഞ്ഞേക്കേണ്ടതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് രാവിലെ എണീറ്റ് പാടിങ്ങനെ ചടപടാച്ചിട്ട് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. രാത്രിയിൽ തന്നെ ഞാൻ ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കൽ അങ്ങനത്തതൊക്കെ ചെയ്യും. രാവിലേക്ക് നമുക്കെല്ലാം കൂടി 7 മണിയാകുമ്പോഴത്തേനും ചോറ് കറിയും പിന്നെ രാവിലെ കഴിക്കാനുള്ള ഫുഡും കൊണ്ടുപോകാനുള്ള ഫുഡും ഒക്കെ റെഡി ആവണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ തന്നെ ഫിനോന് ഭക്ഷണം കൊടുത്തപ്പോൾ അതിന് ബബലൂട്ടി നീറ്റ് കഴിഞ്ഞാൽ പിന്നെ 3 സൈസിലായിരിക്കും കേട്ടോ. ചിലർ എണീറ്റ് കഴിഞ്ഞാൽ എണീറ്റോടുന്ന് തന്നെ നീറ്റ് വരാൻ ഭയങ്കര പാടേക്കാരം. ചിലർ അടുക്കളയിൽ വന്നാൽ ഇതുപോലെ പിന്നെ അവിടെ നിന്ന് ബാത്റൂമിൽ എത്തിക്കാൻ അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ അവരെ സ്കൂൾ പറഞ്ഞയക്കുന്ന ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലുണ്ട് അവരെ ഫുൾ ഡേ രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ അതാ ചോറും കറികളും ഒക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ അതാ ഫിനൂട്ടിനുള്ള ലഞ്ച് ബോക്സ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫ് ഗ്രേവിയും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും വെണ്ടക്ക തോരനുമാണ് ഇന്നത്തെ മക്കൾക്ക് സ്കൂളിലേക്കുള്ള പിന്നെ എന്താ പറയുക ലഞ്ച് ബോക്സ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നില്ല കേട്ടോ. അപ്പോൾ ഫിനൂട്ടിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോഴത്തേനും മക്കൾ 3 കുളിച്ച് കഴിഞ്ഞ് വന്ന് ഫിനൂട്ടിനെ പറഞ്ഞയക്കുകയാണ് കേട്ടോ. അപ്പം സാധാരണ ഫിനൂനെ ഞാൻ എന്നും സ്കൂളിൽ ബസ് കയറ്റിനോടത്ത് മെയിൻ റോഡിൻ്റെ അവിടെ കൊണ്ടുപോയി വിടലാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൈക്ക് വീണതിൻ്റെ ശേഷം ഇത് പ്ലാസ്റ്റർ ഊരിയതിൻ്റെ ശേഷം അവനിപ്പോൾ 2-3 ദിവസമായിട്ട് നടന്നിട്ടാണ് പോവാറിട്ടാ. അപ്പോൾ എനിക്ക് 7 മണി എന്നുള്ളത് കുറച്ചും കൂടി നേരത്തേക്ക് ആക്കി വിടണം. എന്നാലേ എനിക്ക് നടക്കാനുള്ള ഒരു സമയം കൂടിയും കിട്ടുള്ളൂ. മറ്റേത് നമ്മൾ ഇവിടുന്ന് സ്കൂട്ടി എടുത്ത് അവിടെ എത്തുമ്പോഴത്തേന് ബസ് വരലും ഞങ്ങളുടെ എത്തലും ഒപ്പേക്കരാം. അപ്പോൾ അതിൻ്റെ അത്രയും സമയം കൂടി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നേരത്തേക്ക് നോക്കേണ്ട അവസ്ഥയാണ്. കാരണം 2 നേരത്തായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് പോകുമ്പോൾ കൈ നല്ല വേദന ഉണ്ട് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈയുടെ വിശേഷങ്ങളൊക്കെ. കൈ ഭേദമായോ, പിന്നെ സഹായത്തിന് ആരാ ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ. സഹായത്തിന് വെച്ചിട്ട് പ്രത്യേകിച്ച് ആരൊന്നുമില്ല. ഞാനും മക്കളൊക്കെ തട്ടിമുട്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, ഒറ്റക്കായതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പിന്നെ മക്കളും തന്നെ നമുക്ക് വയ്യാണ്ടായപ്പോൾ മക്കളും കുറേ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് അവർ പറ്റുന്ന രീതിയിലേക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വലിയൊരു സന്തോഷവും സമാധാനമായിട്ട് ചിലപ്പം തോന്നലുണ്ട്. കാരണം നമുക്ക് വയ്യാത്ത സമയമാകുമ്പോൾ നമ്മളെ മനസ്സിലാക്കണവരാണല്ലോ നമുക്ക് ആവതുള്ള കാലത്ത് നല്ലപോലെ നോക്കുമ്പോൾ പിന്നെ വെയ്യാണ്ടാകുമ്പോൾ അവർ മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്ക് വല്ലാത്ത ഇടങ്ങേറായിക്കാരം. പക്ഷേ അൽഹംദുലില്ലാഹ് വെയ്യാണ്ടായിട്ട് കയ്യെ കെട്ടിയിരുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ മക്കൾ നല്ലോണം കണ്ടറിഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ കൈ അഴിച്ചാൽ വീണ്ടും പോലെ കിറുക്ക് സ്വഭാവം തുടങ്ങിയിരിക്കണം. അത് വേറെ. എന്നാലും കെട്ടിയിരിക്കണ സമയമായപ്പോൾ നല്ല രീതിയിലേക്ക് ഓലെ കൊണ്ട് നല്ല ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കടുക് കുരുകുരു നല്ലതാണ്. കടുകൊക്കെ ഉപ്പുമാവിന്ന് കടുക് മാറ്റാനൊക്കെ വന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്താലോ പറഞ്ഞട്ടെ. ഉപ്പ് ഇങ്ങനെയൊക്കെ കടുകൊക്കെ നമ്മൾ കഴിക്കണം. അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. കടുകൊക്കെ ഉണ്ടല്ലോ, കടുകൊക്കെ കഴിച്ച കുട്ടികൾക്ക് നല്ല സ്ട്രോങ് ആയിക്കാരം മസിൽസും ബോൺസും. രാവിലെ പണിയോട് തീരാതെ കിടന്ന് നട്ടമ്പാച്ചിൽ പായണ നേരത്തെ ഒരുത്തി ഉപ്പുമാവിലെ പിന്നെ കടുക് മാറ്റി കൊടുക്കാൻ പറഞ്ഞത്. എന്ത് നിസ്സാരമായ പണിയാണെന്ന് നോക്കി. അപ്പോൾ അതൊരു വിധം പറഞ്ഞ് ഒപ്പിച്ച് വീണ്ടും പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉപ്പുമാവാണെന്നുണ്ടെങ്കിലും ദോശയാണെങ്കിലും പുട്ടാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലൊക്കെ ഓരോരുത്തർക്ക് ഓരോരുത്തരോ ടേസ്റ്റാന്ന് പറഞ്ഞ പോലെ. ഓരോരുത്തർക്ക് കറി മതി, മറ്റവർക്ക് പഞ്ചസാര മതി, ചിലവർക്ക് പഴം മതി, അങ്ങനെ പല പല സ്വഭാവങ്ങൾ. അങ്ങനെ ഇതാ മക്കളെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി. ഒരാളെ പറഞ്ഞയച്ച് തിരക്ക് തിന്നപ്പോത്തിന് ഇതാ ബാക്കി 3 ഒരുക്കത്തിലാണ് കേട്ടോ. ഇവരെ ലഞ്ച് ബോക്സ് പാത്രത്തിലാക്കൽ തന്നെ വലിയൊരു ടാസ്ക്കാണ്. കാരണം അതിൻ്റെ ഞാൻ അതാ വീഡിയോ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ വീഡിയോ ഇട്ട സമയത്ത് കാര്യം ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊക്കെ ആണെങ്കിൽ കണ്ടു നോക്കിയിട്ടാണ്. ഇന്ന് മക്കൾക്ക് ഇതാ ഡ്രസ്സ് ചെയ്യണ പരിപാടിയിലാണ്. ഇന്ന് കളർ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാ ലിനൂട്ടിനെ ഞാനിങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഓൻ പറയും ഇങ്ങനെയല്ല ചെയ്യണ്ട്, ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് ഓൻ്റെതായ മോഡലൊക്കെ ചെയ്യാൻ കേട്ടോ. ഓരോരോ സങ്കല്പങ്ങൾ ഓരോരുത്തർക്ക് എന്ന് പറഞ്ഞ പോലെ. ഇവിടെ ആറ്റക്കും ബബുലുക്കും ഇപ്പോൾ സ്കൂൾ യൂണിഫോം ആവുമ്പോൾ 2 സൈഡ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക
കൊടുക്കാനേ പാടുള്ളൂ. വല്ലാണ്ട് ഓവർ ഹെയർ ആക്സസറീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ എങ്കിൽ വ്യാഴാഴ്ചയോളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കളർ ഡ്രസ്സും പിന്നെ അവർ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മുടി കെട്ടലും അങ്ങനെയൊക്കെ ചെയ്യട്ടാ. അപ്പോൾ ഒരു കണക്കിന് അങ്ങനെ നല്ലതാണ്. കാരണം എല്ലാവർക്കും ഒരേ റൂൾസ് ആകുമ്പോൾ മക്കൾ അന്നത് പറഞ്ഞിട്ട് വാശി പിടിക്കൂലല്ലോ. അങ്ങനെ ഇത് ഒക്കത്തിനും പെറുക്കി കാറിലിട്ട് ഞാനിത് പള്ളിപ്പടിക്ക എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ ബസ്സിൽ ഇവരെ കയറ്റി വിട്ടതിന് ശേഷം വേണം നമുക്ക് നമ്മളെ കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. കളർ ഡ്രസ്സാണ് അതാ കാക്കുവിന്റെ ഷൂ അതിന്റെ മുകളില്, കാറിന്റെ മുകളില് എന്താക്കിയൊക്കെ തുറന്ന. നല്ല മഴയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഒരു വിധത്തില് ഇവിടെ അല്ല ഒരു വിധത്തിലല്ല, ഞങ്ങളിങ്ങനെ ഒരു വിധത്തിലെല്ലാം കഴിച്ച് പള്ളിപ്പടിക്ക് എത്തിയിട്ടുണ്ട്. ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടോ. അപ്പൊ നല്ല മഴ പെയ്ത് ഞങ്ങൾ കുടൊന്നും എടുത്തിട്ടില്ല. ഇനി ബസ്സിൽ കണ്ട് നനയാത്ത രീതിയിലാണ്ട് കയറേണ്ടി വരും അല്ലേ. കർച്ചീഫൊക്കെ വെച്ചിട്ടില്ല എല്ലാരും. ഇവർക്ക് തേഴ്സ്ഡേയില് ഇഷ്ടപ്പെട്ട കളർ ഡ്രസ്സ്, ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ അങ്ങനെയൊക്കെ ചെയ്യാം. ബാക്കി എല്ലാ ദിവസങ്ങളിലും 3 യൂണിഫോം ആട്ടോ ഇവർക്ക് വരുന്നത്. ഓറഞ്ചും പിന്നെന്താണ് ഗ്രീനും പിങ്കും. ഗ്രീനും പിങ്കും അങ്ങനെ 3 യൂണിഫോം വരുന്നുണ്ട്. തേഴ്സ്ഡേയില് കളർ ഡ്രസ്സും. ഇന്നലെ ഇവര് ആരൊക്കെ? ഒരാള് സിൻഡ്രല്ല, ഒരാളാരൊക്കെ? ഞങ്ങൾ ഒരാള് സിൻഡ്രല്ല, ഒരാള് ബാർബി. ഇന്ന് എന്ത് ഡേ ആണ്? ഇന്ന് റീഡിംഗ് ഡേ. ഓക്കെ, ഇന്ന് റീഡിംഗ് ഡേ ആണ് കേട്ടാ. അപ്പൊ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തെ ബസ് വന്നിട്ടുണ്ട്. ബസ് വന്നിട്ട് ഞങ്ങളെ കാറ് കണ്ടിട്ട് ഞങ്ങളെന്താ ഇറങ്ങാത്ത വിചാരിച്ചിട്ട് ബസ് ഇങ്ങനെ ഹോർൺ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വല്ല തലയിട്ടിട്ട് പറഞ്ഞു കുട ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ബസ്സിലെ ആൻറ്റി വന്നിട്ട് കുടയിട്ട് വന്ന് മക്കളെടുത്ത് വിളിച്ചുകൊണ്ട് പോയിട്ടാ. അങ്ങനെ അവരെയും ബസ്സിലാക്കി കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. ഇനി നമുക്ക് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഞാൻ പറയാൻ വന്ന വിശേഷങ്ങളും കേൾക്കാം. അങ്ങനെ മക്കളെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി വിട്ട് വീട്ടിലെത്തിയിട്ടാ. അപ്പം മഴയൊക്കെ ഒന്ന് തോർന്ന് ലെവലായിട്ടുണ്ട്. ഇവിടെ മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ വീട്ടിലെ റംബൂട്ടാൻ്റെ എന്താണ് എത്രത്തോളം കൊഴിഞ്ഞ് പോയിക്കണം നോക്കി. കഴിഞ്ഞ തവണ അല്ല, അതിൻ്റെ മുന്നത്തെ തവണയായിട്ട് ഈ മരം നിറയെ റംബൂട്ടാനായിരുന്നു നമ്മളെ ആയിഷ സ്റ്റോറി ചെയ്യണ സമയത്ത്. അന്ന് ആ സ്റ്റോറിയിൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗം കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആയിഷ സ്റ്റോറിയിൽ നമ്മൾ ആയിഷ സ്റ്റോറി അല്ലായിരുന്നു അല്ലേ, മാജിയുടെ സ്റ്റോറി. മാജിയുടെ പ്രതികാരം ചെയ്ത സമയത്ത് ഞാൻ ഈ റംബൂട്ടാൻ മരം കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാണാവാം. അന്ന് ഈ മരം നിറച്ചുണ്ടായിരുന്നു. നമ്മളെന്നിട്ട് മാജിയുടെ അമ്മയും അനിയനും ഒക്കെ പാടും കൂടിയിട്ട് റംബൂട്ടാൻ പൊട്ടിക്കണത് മറന്നിട്ടുണ്ടാവുകയാണാവാം. പക്ഷെ എന്താ പറഞ്ഞു വന്നു വെച്ചാലേ അതിൻ്റെ ശേഷം ഈ മരത്തിമ്മ കായ്ച്ചിട്ടില്ല. അതിൻ്റെ ശേഷം പിന്നെ മരത്തിമ്മ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ. ഇത്തവണ ഉണ്ടായതാണെങ്കിലോ ഒക്കെ കൊഴിഞ്ഞ് താഴ്ത്തെടുക്കുക. ഓക്കെ, എത്രയാണ് നേരം വെളുത്താൽ ഇതുപോലെ ചിലപ്പോൾ ഇതിലേക്കും കൂടുതലും ഉണ്ടാവും. അപ്പോൾ കൊഴിഞ്ഞിട്ട് ഇല്ലാണ്ടായിക്കാ തോന്നുന്നു. എന്നാലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ നിൽക്കണുണ്ട്. അങ്ങനെ വീണത് കാണുമ്പോൾ ഒരു സങ്കടം. ഇപ്പോൾ മഴ ആയതുകൊണ്ട് കൊഴിയാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ഈ കൊഴിയാതിരിക്കാനുള്ള വല്ല റീസണും അറിയെങ്കിലും പറയുകൊണ്ടിട്ടാ. അല്ല, കൊഴിയാതിരിക്കാനുള്ള വല്ല ടിപ്സും അറിയെങ്കിലും പറയുകൊണ്ടി. ഇനിയിപ്പോൾ അകത്ത് കയറണം, ക്ലീനിങ് കാര്യങ്ങൾ, അടിക്കൽ, തുടക്കൽ, പാത്രം മോറൽ, അങ്ങനെ പുക ഒരുപാട് പരിപാടികൾ ചെയ്യാണ്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം വേണം നമുക്കൊന്ന് നമ്മളെ കനിവിൻ്റെ സെക്കൻഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി എടുക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത ദിവസം കനിവ് പോസ്റ്റ് ചെയ്യാൻ സെക്കൻഡ് എപ്പിസോഡ്. നമ്മളെ ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് വന്നതിൻ്റെ ആ വീഡിയോയിൽ കുറേ പേർക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് പള്ളി വന്ന് ഞാൻ ബാങ്ക് തൊട്ടടുത്തുനിന്ന് പള്ളിയുള്ളതുകൊണ്ട് കുറേ ബാങ്ക് നന്നായിട്ട് കേൾക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ചോദിച്ചിരുന്നു എവിടെ പള്ളി വന്നതെന്നൊക്കെ. അത് കണ്ടാ, ഇതാണ് പള്ളി നമ്മളെ വീടിൻ്റെ തൊട്ടന്നായിട്ട്. പക്ഷെ ഇവിടെ എപ്പോഴും ആളൊന്നും ഉണ്ടാവില്ല കേട്ടോ. വെള്ളിയാഴ്ചകളിലൊക്കെ നല്ല ആളുണ്ടാവും. അങ്ങനെയൊക്കെ മുജാഹിദ് പള്ളിയാണ്. വെള്ളിയാഴ്ചകളിലൊക്കെ ആളുണ്ടാവും നല്ല. അല്ലെങ്കിൽ സാധാരണ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും ഓരോ നേരത്ത്. നമ്മളെ മുറ്റത്ത് കൂടെ തന്നെ കണ്ടില്ല, നല്ല വെള്ളം അങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ ശബ്ദം എങ്ങനെ കേൾക്കാം നമുക്ക് വെള്ളത്തിൻ്റെ. കണ്ട നല്ല വെള്ളമായിട്ട്. ഇവിടെ നല്ല വെഴുക്കലുണ്ട്. ഇവിടെയാണ് ഞാൻ ഊരിയും കുത്തി വീണത്. എന്താ അവിടെ ഒരു ചോലുണ്ട് കേട്ടോ. കുറച്ചങ്ങോട്ട് പോയാൽ അതിൽ നിന്നുള്ള വെള്ളം വേറെ വേണം. പിന്നെ ഈ ഭാഗത്തൊക്കെ കിണറുകളൊക്കെ കുറച്ചുകൊണ്ട് മഴ പെയ്യുമ്പോഴത്തേന് കിണറുകളൊക്കെ നിറയും. ഇത് കണ്ട നമ്മളെ പറമ്പിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതൊക്കെ.
ഇവിടെയാണ് ഞാനും വണ്ടിയും കൂടി മറിഞ്ഞത് വെഴുക്കൽ വന്നിട്ട്. അങ്ങനെ വെള്ളത്തിൻ്റെ ഈ കളകള ശബ്ദമൊക്കെ കേട്ട് കുറച്ച് നേരം കൂടെ കാലൊക്കെ ഇട്ടിട്ട് കളിച്ച് നേരെ വീടിൻ്റെ പറമ്പിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. നല്ല രസമാണല്ലേ വെള്ളത്തിൻ്റെ ശബ്ദം, വേറെ ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ കേൾക്കാൻ. നമ്മളെ വീടിൻ്റെ പേരാണ് മറിയംസ് വില്ല എന്നിട്ട്. ഞാൻ ഇതുവരെ അത് കാണിച്ചിട്ടില്ല തോന്നുന്നു. മറിയംസ് പറഞ്ഞാൽ ആറ്റണി ബബ്ലുവിൻ്റെയും സർനെയിമായിട്ടൊരു ഇട്ട മറിയംസ്, ഷെയ്സ മറിയം, ഷെസ്വ മറിയം എന്നാണ് രണ്ടാളുടെ പേര്. അപ്പോൾ നമ്മൾ മറിയംസ് വില്ല എന്നിട്ട്. ഇവിടെ ഒരു എന്താ പറയുക, പെട്ടെന്നൊക്കെ ഉറുപൊട്ടണ സ്ഥലങ്ങളായതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നല്ല വെള്ളം വരും. അപ്പോൾ ഇന്നലെ ഒന്ന് വെയിലായതുകൊണ്ട് കുറച്ച് കുറഞ്ഞിക്കണം. കണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ചൊലിച്ച് പോവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൂട്ടിൻ്റെ തൈയോട് ഇത്തവണ ഏതൊക്കെ ചീഞ്ഞ് പോകുമെന്ന് അറിയില്ല. കഴിഞ്ഞ തവണ നമ്മൾ 15 വെറൈറ്റി ഫ്രൂട്ട് തൈയോട് വെച്ചതായിരുന്നു. ഇതൊക്കെ ഓരോരോ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്സുകളാട്ടോ. 15 വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ എണ്ണം പോയി. അതിൻ്റെ ബാക്കിയാണ് ഈ നിൽക്കണതൊക്കെ. പിന്നെ ലിച്ചിമരം ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമൊന്നും വന്നിട്ടില്ല. വെള്ളമൊന്നും നിൽക്കണില്ലല്ലോ. ലിച്ചിപ്പോൾ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല കേട്ടോ. ഇത് മറ്റേ മാജിക്കൽ ഫ്രൂട്ട് അതന്നെ പറയാം. അതന്നെ മിറാക്കൽ ഫ്രൂട്ട്, മാജിക്കൽ ഫ്രൂട്ട് എന്നൊക്കെ പറയില്ല. പക്ഷെ ഇതിമ കുറേ ഉണ്ടായിട്ടാ. ഇതിമ കുറേ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ നേരത്തിൻ്റെ എല്ലാം നല്ല മധുരക്കാരം. എന്താ പറയുക, എന്ത് എരിവുള്ള കഴിച്ചാലും, ഈ സാമ്പാറായാലും ചോറായാലും ബിരിയാണി ആയാലും ചായ ആയാലും ഒക്കെ നല്ല ഈ മധുരമായിരിക്കും. ചായയൊക്കെ മധുരം ഇടാതെ കുടിച്ചാലും നല്ല രസത്തിൽ കുടിക്കാം. അങ്ങനെ പുറത്തെ അലച്ച് തിരിച്ചൽ കഴിഞ്ഞ് ഞാൻ അകത്തെത്തി. ഇനി നമുക്ക് അകത്തുള്ള കലാപരിപാടികളാണ്. അപ്പോൾ അകത്തേക്കൊക്കെ പോകാനേ തീരെ മൂടില്ല. പക്ഷെ പോയല്ലേ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയുമോ, അകത്തേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ അടുക്കളയുടെ ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത്. മക്കളെ കൊണ്ടാക്കി വന്നാൽ അവർ ഭക്ഷണം കഴിച്ച ടേബിളും അതിൻ്റെ ചുറ്റുഭാഗങ്ങളുമാണ് ഈ കാണുന്നത്. നമ്മൾ നേരെ അടുക്കളയിൽ കയറിയാൽ ഇവിടെ കണ്ടില്ലേ ഒരു കുത ആയിട്ട് കിടക്കുകയാണ്. അടുക്കളയിൽ കയറിയിരിക്കണ കണ്ണും ചിമ്പി കയറിയില്ല, കണ്ണ് തുറന്നിട്ട് തന്നെ കയറണം. കയറാതിരുന്നപ്പോൾ വലിയ കാര്യമൊന്നുമില്ലല്ലോ, വേറെ ആരും വന്ന് കയറില്ലല്ലോ. അപ്പം നമ്മൾ തന്നെ കയറണ്ടേ. അപ്പം അതുകൊണ്ട് ഇനി ഓരോരോ പണികളും ചടപടാച്ചിട്ട് തീർത്തിട്ട് വേണം നമുക്ക് നമ്മളെ വീഡിയോ എടുക്കാൻ നിൽക്കാൻ. ഇപ്പോൾ സമയം 8:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനി ചടപടാച്ചിട്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 10 മണിയാകുമ്പോഴത്തേന് ഫുൾ പണികളും കഴിക്കാം, നേരെ വീഡിയോ എടുക്കാം. അപ്പം ഞാൻ പണികൾ ചെയ്യണതും പിടിക്കുന്നതുമായിട്ടൊന്നും ഓരോന്നോരോന്ന് കാണിക്കണില്ല കേട്ടോ. കാരണം നമുക്ക് ഈ വ്ളോഗിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടും പിന്നെ സ്കിറ്റിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടും കൂടി കഴിയുമ്പോഴത്തേന് നമുക്ക് സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മക്കൾ വരുമ്പോഴത്തേനൊക്കെ റെഡിയാക്കും വേണ്ടേ. ആദ്യത്തെ പോലെ നിലക്കിപ്പോൾ വല്ലാണ്ട് ഉറക്കമൊഴിച്ചിരുന്ന് എഡിറ്റ് ചെയ്യാൻ തീരെ പറ്റണില്ലല്ലോ. മറ്റേത് സ്കിറ്റൊക്കെ എഡിറ്റ് ചെയ്യാനും ഞാൻ രാത്രി 2 മണി വരെ 3 മണി വരെയൊക്കെ ഇരുന്നിരുന്നു. ഇപ്പോൾ ഖത്തറിലൊക്കെ പോയതിൻ്റെ ശേഷം നേരത്തിനും കാലത്തിനും കിടന്ന് ഉറങ്ങി ശീലമായിട്ടാണ് തോന്നുന്നത്. ഇപ്പം വേഗം ഞാൻ പോലും അറിയാതെ ഉറക്കം വരും. പിന്നെ നമ്മൾ പകൽ ഒരുപാട് പണികളും കാര്യങ്ങളും ചെയ്ത് ആകെ ബോഡി ടയേർഡാകുമ്പോൾ തന്നെ നമുക്ക് നല്ല പെട്ടെന്ന് ഉറക്കം വരുമല്ലോ. ഇത്തവണ നാട്ടിൽ വന്നിട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നെപ്പോലത്തെ ഒരുവിധം പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാവും. ഇക്കന്നെ അറിയില്ലായിരുന്നു എന്താ സംഭവമൊക്കെ പറ്റിയെന്നുള്ളത്. നിങ്ങളോട് പറയാനാണിച്ചാൽ ഇപ്പോൾ കുറേ പറയാനുണ്ട്, എന്നാലും ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. കാരണം എനിക്ക് നാട്ടിൽ വന്നതിന് ശേഷം ഭയങ്കര സങ്കടം വരിക, വെറുതെ കരച്ചിൽ വരിക, വെറുതെ ദേഷ്യം വരിക, അങ്ങനെ എന്താ കാര്യം അറിയാതെ ഇതായിരുന്നിട്ട്. അന്ന് ഞാൻ ആലോചിച്ച് വെക്കും, പഠിച്ചവനെ എന്തിൻ്റെ കുറവാപ്പൊക്കെ അൽഹംദുലില്ലാ അത് വേണ്ടി വെച്ചിട്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. ഭയങ്കര നല്ല സന്തോഷത്തിലാണ്. ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാ റാഹത്താണ്. എന്നാലും പിന്നെ എന്തിനാ എനിക്ക് വെറുതെ സമയങ്ങളിൽ ഇങ്ങനെ കരച്ചിൽ വരണേ, എനിക്ക് എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരണേന്നൊക്കെ ഞാൻ തന്നെ അങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ ഉള്ളിൽ നിന്നിട്ട് വരും. ഒന്നാമതായിട്ട് സാക്കും കുട്ടികളും ഇവിടെ ഇല്ല. മറ്റേത് ഇടക്കിടക്ക് സാക്കുവിൻ്റെ കുട്ടികളും വീട്ടിൽ പോയി നിൽക്കും, സാക്കുവിൻ്റെ അടുത്ത് പോയി നിൽക്കും. അപ്പം തന്നെ ഭയങ്കര ഒരു സമാധാനം, ഒരു സുഖമാണ്. കാരണം ഞാനും ഓളും കൂടി അങ്ങനെ കിച്ചുവിൻ്റെ അടുത്താകുമ്പോൾ എനിക്ക് പിന്നെ ഇനി ഓൾ അടുത്തില്ല എന്നുണ്ടെങ്കിലും അത് ഫീൽ ചെയ്യില്ല കേട്ടോ. ഓൾ ആദ്യം തന്നെ പറയണേ, ഫസ്റ്റ് ഖത്തറിൽ പോക്കിൽ കിച്ചുവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ എടിയിച്ച് ചിരിച്ചിങ്ങാണ്ട് പോയില്ലേ, ഞാൻ എയർപോർട്ടിൽ നിന്ന് കരയണത് കണ്ടിട്ട് വെച്ച് ചിരിച്ചിങ്ങാണ്ട് പോയില്ലേ എന്നൊക്കെ. അപ്പോൾ നമ്മൾ റെഡിയാകും, പിന്നെ എൻ്റെ കിച്ചുവിൻ്റെ അടുത്തേക്ക് പോകില്ല എടി പറഞ്ഞിട്ടൊക്കെ. പക്ഷേ ഓളിപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് ഖത്തറിൽ നിന്ന് പോരുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കാം, അപ്പം ഇനി സാക്കും കുട്ടികളും ഒന്നുമില്ല. ഉമ്മ ഹജ്ജിക്ക് പോയിക്കണം, താത്ത എന്ന് പറഞ്ഞാൽ അമ്മാനെ താത്താന്ന് വിളിക്കട്ടെ. അപ്പോൾ ഉമ്മ ഹജ്ജിക്കും പോയിക്കണ്. പിന്നെ ഇനി കിച്ചു ആകെ 15 ദിവസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ കിച്ചും തിരിച്ചു പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും കുട്ടികളും അല്ലേ, പിന്നെ അങ്ങനെ എങ്ങനെയാന്നൊക്കെയുള്ള ഒരുപാട് വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് ഇങ്ങനെ വരും. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ കാട്ടുക? ഇപ്പോൾ നമ്മളിപ്പോൾ വീണപ്പോൾ തന്നെ മക്കളായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടില്ലേ. എന്നാലും 2 ദിവസം സാക്കുവിൻ്റെ നാത്തുംകുട്ടി ആയിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നാത്തുംകുട്ടി പറഞ്ഞാൽ
സാക്കുൻ്റെ അളിയൻ്റെ അനിയത്തി ഓള് പിന്നെ ഇങ്ങോട്ട് നിൽക്കാൻ വന്നിട്ടായിരുന്നു. ഓള് നിൽക്കാൻ വന്ന അന്നാണ് ഞാൻ വീണത്. അപ്പോൾ 2-3 ദിവസം ഓളുണ്ടായിരുന്നു കേട്ടോ ഹെൽപ്പിന്. ഓള് പറഞ്ഞാൽ വലിയ കുട്ടിയൊന്നുമല്ല, +2 പഠിക്കണത്. അപ്പോൾ 2-3 ദിവസം ഓളുണ്ടായിരുന്നു. പിന്നെ ഓൾക്കും ക്ലാസ് പരിഗണനകളൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ ഓളും പോയി അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് വല്ലാത്തൊരോ ചിന്തകൾ വന്നിരുന്നു മനസ്സിലേക്ക്. അപ്പോൾ വെറുതെ സങ്കടം വരിക, വെറുതെ ദേഷ്യം വരിക, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്. കിച്ചു പറഞ്ഞ് എനിക്ക് ഹോർമോൺ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് മക്കളെ അറിഞ്ഞത് വൈറ്റമിൻ ഡി അറിഞ്ഞ ഒരു കുരിപ്പ് വലാല് സാധനം ഉണ്ട്, വൈറ്റമിൻ ഡി. അത് കുറഞ്ഞിരിക്കുകയാണ്, നല്ലോണം കുറഞ്ഞിട്ട് അത് കാരണം കൊണ്ട് അത്ര നമുക്ക് ഈ ശരീരത്തിന് വരുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ നമ്മൾക്ക് വെറുതെ കരച്ചിൽ വരിക, ദേഷ്യം വരിക, അതായത് നമുക്കൊരു ഡിപ്രഷൻ മൈൻഡ് പോലെ ആവുക, അത് ഈ വൈറ്റമിൻ ഡിയുടെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് എന്നിട്ട് വൈറ്റമിൻ ഡിയുടെ മരുന്ന് ആഴ്ചയിൽ ഓരോ ബോട്ടിൽ കുടിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചതിന് ശേഷം എനിക്ക് എന്തോ ഒരു മാറ്റമാണെന്നറിയോ. അപ്പോൾ നമ്മൾ ഡോക്ടറോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കെ ഡോക്ടർ ആദ്യം പറഞ്ഞത് വൈറ്റമിൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നാണ്. കാരണം അടുപ്പിച്ചിട്ടുള്ള ഡെലിവറിയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ആദ്യം ബബ്ലുവിൻ്റെ പ്രസവം കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ഡോക്ടർ പറയുന്നത് എൻ്റെ ശരീരത്തിൽ അനക്കായിട്ടുള്ള വൈറ്റമിൻസ്, കാൽസ്യം അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല, ഇനി ഒക്കെ അനക്കായിട്ട് ഉണ്ടാക്കിയിട്ട് വേണമെന്നൊക്കെ. പിന്നെ ആയിട്ടുള്ള മല്ലിക്കട്ടലിൻ്റെ ഇടയിൽ നമ്മളൊക്കെ ഉണ്ടാക്കണ കാര്യം കണ്ട് വിട്ടുപോകുമല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഫുഡിൻ്റെയും ഉറക്കത്തിൻ്റെയും ഒക്കെ പാടിയായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റമിൻ്റെ പ്രശ്നമായിരുന്നു മെയിനായിട്ട് കിടന്ന പ്രശ്നം. പറഞ്ഞു തന്നാൽ വൈറ്റമിൻ്റെ മരുന്ന് കുടിക്കലിന് ശേഷം ഭയങ്കര മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നെപ്പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സങ്കടം, ദേഷ്യ, അല്ലെങ്കിൽ ശരീരവേദന, വെറുതെ ക്ഷീണം വരിക, വെറുതെ കിടക്കാൻ തോന്നുക, എനിക്കൊന്നും ചെയ്യാൻ മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ കിച്ചു പോയിട്ട് തന്നെ ഒരാഴ്ചത്തോളമായിട്ടും എനിക്ക് വീഡിയോ എടുക്കണമെന്നോ പിന്നെ നമ്മളെ കഥ തുടങ്ങണമെന്നോ അങ്ങനെ ഒന്നും ഒരു മൂടുണ്ടായിരുന്നില്ല. എന്നിട്ട് കിച്ചു ഇന്നൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് തന്നെ എന്നോട് പറയുന്നത് എൻ്റെ സ്റ്റോറി ഇടൽ തുടങ്ങിയപ്പോൾ അപ്പോൾ തന്നെ ഒന്ന് ഉഷാറായിക്കോളും എന്നൊക്കെ. പക്ഷെ ഒന്നിനും ഒരു ഉഷാറുണ്ടായിരുന്നു. ഈ ഒരു മരുന്ന് കുടിക്കൽ തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഇത്രത്തോളം പൊല്ലാപ്പാവും എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്നെപ്പോലെ വെറുതെ പണിയെടുക്കാൻ മടിച്ച് ക്ഷീണം തോന്നി പെരയത്തെ കാര്യങ്ങളൊക്കെ അവിടെ കിടന്ന് അലാക്കായിട്ട് പിടിച്ച് അങ്ങനെ കിടക്കും. എന്നിട്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ കിടന്ന് തിന്നും കുടിക്കുകയൊന്നും ചെയ്യില്ല. മക്കൾ വരാൻ നേരത്തേക്ക് അടുക്കളയൊക്കെ നീട്ടി വരും. അപ്പോൾ ഇവിടുത്തെ ഒരു കോലം കഥായിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ നമ്മൾ തന്നെ എന്തായാലും ചെയ്യണം, അതറിയാം, നമ്മൾ തന്നെ ചെയ്യണം. എന്നാലും നമ്മൾ നീക്കാൻ മടിച്ചിട്ട് അങ്ങനെ കിടക്കും. അങ്ങനെ കിടക്കണവരൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നാണ് പറഞ്ഞതല്ല എൻ്റെ അനുഭവത്തിലുള്ള കിട്ടാം. അങ്ങനെ ഇതുപോലത്തെ ആർക്കെങ്കിലും കുറഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ. പറച്ചോനെ ഇതാണ് എൻ്റെ പ്രശ്നം, ഒരു കാര്യം തുടങ്ങിയാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ പണികളൊക്കെ കഴിച്ച് നമ്മളെ കഥ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പറ്റിയ ഞാൻ ഇന്നത്തെ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി കാണിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാം.